വെൽക്കം ടു ജിബിസായി. അപ്പോൾ ഇന്ന് നമ്മൾ പീക്ക് റെയിൽ കാണാൻ വേണ്ടി പീക്ക് ഡിസ്ട്രിക്റ്റിൽ എത്തിയേക്കാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ ഒന്ന് കയറിയിട്ട് നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. സ്റ്റീമിൻ്റെ ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിവിടെ എന്തോ ഈവൻറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. റോസ്ലി സൗത്ത് സ്റ്റേഷനിൽ നിന്നും 2 സ്റ്റോപ്പ് മാത്രമാണ് പീക്ക് റെയിൽ യാത്ര. അതിനാൽ ഇവന്റ്സ് നടക്കുന്ന ദിവസങ്ങളിൽ വരുന്നതാകും കുറച്ചുകൂടെ സമയം ഇവിടെ ചിലവഴിക്കാൻ നല്ലത്. സ്റ്റീം ട്രെയിനും ഡീസൽ ട്രെയിനുമാണ് ഇവിടെയുള്ളത്. ടിക്കറ്റ് റൗസ്ലി സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നോ ട്രെയിനിന് ഉള്ളിൽ നിന്നോ എടുക്കാവുന്നതാണ്. മനോഹരമായ ഇന്റീരിയറോട് കൂടിയ സീറ്റിംഗ് ആണ് ട്രെയിനിനുള്ളിൽ. ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ്. ഇത് റോസ്ലി ടു മാറ്റ്ലോക്ക് 10 പോണ്ടല്ലേ. മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടൻ വരെ ഉണ്ടായിരുന്ന പഴയ മിഡ്ലാൻഡ് റെയിൽവേ ലൈൻ ആണ് പീക്ക് റെയിലിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. റോസ്ലി സൗത്ത് സ്റ്റേഷനിൽ നിന്നും മാറ്റ്ലോക്ക് സ്റ്റേഷനിലേക്കും തിരിച്ചുമാണ് ഈ യാത്ര. 4 മൈലാണ് ഒരു വശത്തേക്കുള്ള ദൂരം. റോസ്ലി സ്റ്റേഷനിലും മാറ്റ്ലോക്ക് സ്റ്റേഷനിലും ഇടയിൽ ഡാർലി ഡെയിൽ എന്ന സ്റ്റേഷനാണുള്ളത്. സ്റ്റീം ട്രെയിൻ ആയിരുന്നതിനാൽ നല്ല പുക ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്രയ്ക്ക് ഇരുവശത്തേക്കുമായി 15 പൗണ്ടാണ് ടിക്കറ്റ് ചാർജ്. ഇവന്റ് ഉള്ള ദിവസം എൻട്രി ഫീസ് 10 പൗണ്ട് വേറെ വാങ്ങുന്നതിനാൽ ട്രെയിൻ ടിക്കറ്റ് ചാർജ് 10 പൗണ്ട് നൽകിയാൽ മതിയാകും. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യാത്ര ഫ്രീ ആണ്. ട്രെയിനിൽ തന്നെ റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട്. റോസ്ലി സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്താൽ ഡാർലി ഡെയിലും മാറ്റ്ലോക്ക് സ്റ്റേഷനിലും പിന്നെ എഞ്ചിൻ മാറ്റാനും കുറച്ച് സമയം നിർത്തിയിടാറുണ്ട്. ഇരുവശത്തെയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള യാത്ര മനോഹരമാണ്. ഒരു മണിക്കൂർ 10 മിനിറ്റ് എടുക്കും ഇരുവശത്തേക്കുമായുള്ള യാത്ര അവസാനിക്കാൻ. എല്ലാ ദിവസവും ട്രെയിൻ സർവീസ് ഇല്ലാത്തതിനാൽ പീക്ക് റെയിൽവേ വെബ്സൈറ്റിലെ കലണ്ടറിൽ നോക്കി മാത്രം എത്തുക. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. ഇവന്റ് നടക്കുന്ന ദിവസമായതിനാൽ
സിഗ്നൽ ബോക്സും അതിന്റെ പ്രവർത്തനങ്ങളും കാണാൻ കഴിഞ്ഞു. In the old days, and up to there's still some around, the man or the signal man has to control the trains. What would happen is that he has to have a system of telephones and indicators that say where the next train is coming from, and where it's going to. And there are other bells here. There's another one around the back somewhere, and then you can move the levers like that. This is an easy one, so it must be connected to it, to change the points or operate the signals. Okay. So that's the way they work. Look around and see the windows, so you can see what's going on. ഇവന്റിന്റെ ഭാഗമായി സ്റ്റീമിൽ പ്രവർത്തിക്കുന്ന ധാരാളം ചെറിയ ട്രെയിൻ എൻജിൻസ്, മോഡൽ ട്രെയിൻസ്, ഫാമുകളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ഒക്കെ പ്രദർശിപ്പിച്ചിരുന്നു. എല്ലാം സ്റ്റീം കൊണ്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. 1856 സാധനം. ഇത് ഓരോരുത്തർ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഇതൊക്കെ എക്സിബിഷൻ അല്ലേ? അത് വരുമ്പോ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതാണ്. What country do you come from? India. India. Yeah. They still have engines like this working on the farms there. Oh. Yeah. Driving machinery. And I heard a story that there's a man in India still making engines like this because they can use out in the country. They can use the fuel, the wood, whatever they've got, the straw. Yeah. 1860, a very old engine. Oh my God. Even older than me. Bye. Thank you. Nice to meet Oh, you. you as well. Yeah. Enjoy your day. കുറെ വിന്റേജ് കാറുകളും ബൈക്കുകളും വലിയ വാഹനങ്ങളുമൊക്കെ ഇവന്റിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.